ഹലോ മക്കളെ, വിബ്ജോർ അക്കാഡമിയുടെ മാത്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററായ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന പാഠഭാഗത്തിലെ നമുക്കെല്ലാവർക്കും അറിയാം ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ് പ്രൂഫ് എന്നുള്ളത് അല്ലേ. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മാത്സ് വിത്ത് JKയിൽ തുടങ്ങിയിട്ടുള്ള ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഒരു പ്രൂഫ് ചെയ്യുക, ആ പ്രൂഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് പോകണം. ഇപ്പോൾ പേജ് നമ്പർ 48 ടെക്സ്റ്റ് ബുക്കുള്ള ആൾക്കാർ പേജ് നമ്പർ 47 കഴിഞ്ഞ് 48 ഈ ഒരു ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ പ്രൂഫ് ഒന്നാമത്തെ ക്ലാസ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് നിർബന്ധമായിട്ട് കാണണം കേട്ടോ. ഓക്കെ, ലൈവായിട്ട് കാണുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, ഇതിപ്പോൾ നിലവിൽ കണ്ടിന്യൂ ചെയ്ത ശേഷം അത് കാണുക. അല്ലാത്ത ആളുകൾ നിർബന്ധമായിട്ട് ഒന്നാമത്തെ ക്ലാസ് കണ്ടതിന് ശേഷമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ രണ്ടാമത്തെ ക്ലാസ് കാണാൻ പാടുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോബ്ലത്തിൻ്റെ ഒരു പ്രത്യേകത, മാത്സ് ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലം അതേപോലെ എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ, എങ്ങനെയാണ് ഒരു പ്രൂഫ് ചെയ്യുക എന്നാണ് നമ്മൾ ഇതിലൂടെയൊക്കെ പഠിക്കുന്നത്. ഇതന്നെ ചോദിക്കണം നിർബന്ധമില്ല, പക്ഷേ നമുക്ക് പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇത്. അപ്പോൾ അത് വളരെ റെയർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇത്. അങ്ങനത്തെ ഒരു 2-3 ചോദ്യങ്ങൾ ഉണ്ട് ഇതിൽ. നമുക്ക് എന്ത് ചെയ്യാം, അത് പറയാം, അങ്ങനത്തെ ഓരോന്നുള്ളത് പറയാം. അപ്പോൾ ഈ ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഈ ക്വസ്റ്റ്യനിൽ നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇൻ ദ പിക്ചർ എ ബി ആൻഡ് CD ആർ പെർപെൻഡിക്കുലർ കോഡ്സ് ഓഫ് സർക്കിൾ. സർക്കിളിൻ്റെ പെർപെൻഡിക്കുലർ കോഡ്സ് ആണ്. അപ്പോൾ നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഒരു സർക്കിളൊക്കെ വരച്ചിട്ട് പെർപെൻഡിക്കുലർ കോഡൊക്കെ വരച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു സർക്കിളുണ്ട്. ഈ സർക്കിളിൻ്റെ പെർപെൻഡിക്കുലർ കോഡ്സ്, അതായത് കോഡ് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മളെന്ത് പറയും, ചാപം എന്ന് പറയും. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, സർക്കിൾ ഏതെങ്കിലും 2 പോയിന്റുകളെ തമ്മിൽ ചേർത്തി വരയ്ക്കുകയാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിന് നമ്മൾ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പോയിന്റിനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതാ ഇങ്ങനെയും വരച്ചിട്ടുണ്ട്. ഇവർ രണ്ടാളും പെർപെൻഡിക്കുലർ കോഡ്സ് ആണ്. ദാറ്റ് മീൻസ് ഇവിടെ എത്ര ഡിഗ്രിയാണ് വന്നിരിക്കുന്നത്, 90 ഡിഗ്രിയാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത് എന്നർത്ഥം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പേരുകളും കാര്യങ്ങളൊക്കെ എഴുതാം. എന്ത് പേരാണ് തന്നിരിക്കുന്നത്, നമ്മുടെ പേരൊക്കെ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ഇത് A ആണ്, ഇയാൾ B ആണ്, പിന്നെയോ ഇയാൾ C ആണ്, ഇയാൾ D ആണ്. അതാണ് നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. AB എന്നതും CD എന്നതും പെർപെൻഡിക്കുലർ മലയാളത്തിൽ ലംബമായ എന്ത് ചെയ്യാണ്, കോഡുകളാണ് എന്നർത്ഥം. ഓക്കെ, ലംബമായ 2 കോഡുകളാണ്, 2 ചാപങ്ങളാണ് എന്ന് മലയാളത്തിൽ അർത്ഥം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രൂവ് ദാറ്റ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ. പ്രൂവ് ദാറ്റ് ആർക്സ് APC. APC പറഞ്ഞ ആർക്ക് എന്താണെന്നറിയോ, ഇതാണ് ഇവിടെയാണ് P പറഞ്ഞ പോയിന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ APC പറയുന്ന ആർക്ക് ഇവിടെ നിന്ന് മുതൽ തുടങ്ങി ഈ C വരെ അവസാനിക്കുന്ന ഈ ഒരു ആർക്കും, അതേപോലെ തന്നെ പിന്നെ Q പറഞ്ഞിട്ട് ഇവിടെ ഒരു പേര് വന്നിട്ടുണ്ട്. പിന്നെ BQD പറഞ്ഞാൽ ഈ Bയിൽ തുടങ്ങി Qയിലൂടെ പോയിട്ട് ഈ Dയിലെത്തുന്ന ഇവിടെ മുതൽ ഇതുവരെയുള്ള ഈ ഒരു ആർക്കും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു സർക്കിളിൻ്റെ പകുതി കിട്ടും. അതായത് ഇത് രണ്ടും കൂടി കൂട്ടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഡിഗ്രി കിട്ടും, 180 ഡിഗ്രി കിട്ടിയാലുള്ള സെമി സർക്കിൾ കിട്ടും. ടുഗദർ മേക്ക് എ സെമി സർക്കിൾ. കണ്ട, സെമി സർക്കിൾ പറഞ്ഞാൽ എന്ത് കിട്ടുന്ന അർത്ഥം, അർദ്ധവൃത്തം കിട്ടും, അല്ലെങ്കിൽ സെമി സർക്കിൾ കിട്ടണം എന്നാണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ പ്രൂഫിലേക്ക് കിടക്കുകയാണ്. നമുക്ക് ഈ ചിത്രം മാത്രമാണല്ലോ ഇപ്പോൾ ഇനി നമുക്ക് ആവശ്യം ഉണ്ടാവുക. അപ്പോൾ ആ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, പോവാം കേട്ടോ. ഓക്കെ, ഇവൻ Q ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫിഗർ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ചിട്ട് എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ചിത്രം. ഈ ചിത്രം വെച്ചിട്ട് നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, ഞാൻ ഇന്നലെ പറഞ്ഞതല്ലോ. ആദ്യം നമ്മൾ എന്തെഴുതും, എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് എന്ന് എഴുതും. അപ്പോൾ നമുക്കിവിടെ എന്താ പ്രൂവ് ചെയ്യേണ്ടത്, വി വാണ്ട് ടു പ്രൂവ് ദാറ്റ്. ഇവിടെ സെൻറ്ററിലൊരു O ഉണ്ട് എന്ന് വിചാരിക്കും നിങ്ങളെല്ലാവരും. സെൻറ്ററിൽ നിന്നുണ്ട്, സർക്കിളിൻ്റെ ഒരു സെൻറ്റർ ഉണ്ട്. സർക്കിളിൻ്റെ സെൻറ്റർ ഇവിടെ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ Aയിൽ നിന്ന് ഞാൻ Oയിലേക്കും Aയിൽ നിന്ന് Cയിൽ നിന്ന് Oയിലേക്കും വരച്ചിട്ടുള്ള ഒരു ലൈൻ ഉണ്ട് വിചാരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഈ ഒരു ഭാഗം മാത്രം നോക്ക് നിങ്ങൾ.
ഞാൻ ഇവിടെയും കൂടി ബ്ലാക്ക് വരയ്ക്കാം, അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ ഒരു ഭാഗം, ഈ ഒരു പീസ് എടുത്തിട്ട് അതേമാതിരി ഇവിടെ ഒരു പീസ് ഉണ്ട്, ഇങ്ങനെ ഒരു പീസ്. എങ്ങനെ? ഇവനെയും ഞാൻ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഇങ്ങനെ യോജിപ്പിക്കും, ഇവനെയും ഞാൻ ഇതിൻ്റെ സെൻറ്ററിലേക്ക് യോജിപ്പിക്കും. ഈ ഒരു ആംഗിളും കൂടി കൂട്ടിയ 180 ഡിഗ്രി കിട്ടിയ അത് മൊത്തം ചേർത്ത് വെച്ച സെമി സർക്കിൾ ആയല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി വാണ്ട് ടു പ്രൂവ് ദാറ്റ്. നമ്മൾ എന്താ എഴുതുക? വി വാണ്ട് ടു പ്രൂവ് ദാറ്റ്. നമുക്ക് എന്താ ഇവിടെ തെളിയിക്കേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഈ ആംഗിൾ പറഞ്ഞാൽ ഇത് ഒ അല്ലേ, അങ്ങനെയാണെങ്കിൽ ഇത് AOC, ആംഗിൾ AOC, പിന്നെയോ AOC പ്ലസ് ആംഗിൾ, എടാ ഈ ആംഗിളിൻ്റെ പേരെന്താ? ഇപ്പുറത്തെ ആംഗിളിൻ്റെ പേരെന്താ? BOD. ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഡിഗ്രി കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അപ്പോഴാണ് ഇത് സെമി സർക്കിൾ ആവുക. ഓക്കെ, ആദ്യം ഈ കാര്യം മനസ്സിലാക്കണം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് വേറൊരു കളറിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണ മാതിരി പറഞ്ഞുതരാം. ശ്രദ്ധിക്കുക. ഞാൻ ഈ ഒരു എയും ഡിയും തമ്മിൽ എന്ത് ചെയ്യാൻ പോവാണ്? ജോയിൻ ചെയ്യാൻ പോവാണ് വിചാരിക്കുക. ആരൊക്കെ തമ്മിൽ ജോയിൻ ചെയ്യാണ്? എയും ഡിയും തമ്മിൽ ഞാനിങ്ങനെ ജോയിൻ ചെയ്തു. എനിക്കിപ്പോൾ ഒരു ലൈൻ കിട്ടിയല്ലോ. അതേമാതിരി ഇവിടെ ഓൾറെഡി എന്തുണ്ട്? ഇതാ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്. ഞാനിപ്പോൾ റെഡ് വരച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു ട്രയാങ്കിൾ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ ഇപ്പോൾ കാണാൻ പറ്റുന്നത്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. ശരിയല്ലേ? 90 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ ഈ ആൾക്ക് ഒരു പേര് കൊടുക്കണം. ആർക്ക്? ഇവിടെയുള്ള ആംഗിൾക്ക് ഒരു പേര് കൊടുക്കുകയാണ്. ആ പേരാണ് എക്സ് ഡിഗ്രി. എന്താ പേര് കൊടുക്കണം? എക്സ് ഡിഗ്രി എന്ന് പേര് കൊടുക്കണം. ഈ ആംഗിളിന് നമ്മൾ എന്ത് പേര് കൊടുക്കണം? വൈ ഡിഗ്രി എന്ന് പേര് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എക്സ് ഡിഗ്രിയും വൈ ഡിഗ്രിയും കൂടി കൂട്ടിയാൽ എത്രയായിരിക്കും കിട്ടുക? നമുക്കറിയാം, ഒരു ട്രയാങ്കിളുടെ ഉള്ളിൽ എടുത്തു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളുടെ ഉള്ളിൽ എല്ലാ ആംഗിളും കൂടി കൂട്ടിയാൽ 180 ആണ്. ഇവൻ 90 ആണെങ്കിൽ ഇവനും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ബാക്കി 90 ഡിഗ്രി കിട്ടണ്ടേ? ബാക്കി 90 ഡിഗ്രി കിട്ടണം. അപ്പോൾ എക്സും വൈയും കൂടി കൂട്ടി എത്ര ഡിഗ്രി കിട്ടണം? 90 ഡിഗ്രി കിട്ടണമെന്ന് നമുക്ക് ആദ്യം തന്നെ ഇപ്പോൾ പറഞ്ഞ കാര്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റി. ഈ റെഡ് ട്രയാങ്കിൾ എന്ന് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ് ഞാൻ റെഡിൽ എഴുതിയിരിക്കുന്നത്. എടാ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം നോക്കി, ഞാൻ ഇനി കളർ മാറ്റിയത് നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. നോക്കിക്കോളി. എടാ ഇത് എക്സ് ഡിഗ്രിയാണ്. ആരാണ് എക്സ് ഡിഗ്രി? ഇതാ. ഇനി ഞാൻ ബ്ലൂ ലൈനിലാണ് വരയ്ക്കാൻ പോകുന്നത്, ശ്രദ്ധിക്കണം. ഒരു പോയിന്റിൽ നിന്ന് സെൻറ്ററിലേക്ക് ഒരു ലൈൻ ഉണ്ട്, മറ്റൊരു പോയിന്റിൽ നിന്നും സെൻറ്ററിലേക്ക് ഒരു ലൈൻ ഉണ്ട്. ഇവർ രണ്ടാളും കൂടി യോജിപ്പിക്കുമ്പോൾ ഒരു ആംഗിൾ ഉണ്ടാവും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഈ ആംഗിളിൻ്റെ പേരാണ് നമ്മളിവിടെ പറഞ്ഞ ആംഗിൾ BOD. ശരിയല്ലേ? അതേമാതിരി തന്നെ ഈ ആംഗിളിൽ നിന്നും സെൻറ്ററിലേക്ക് ഒരു വരണ്ട്, ഈ ഒരു പോയിന്റിൽ നിന്നും സെൻറ്ററിലേക്ക് ഒരു വരണ്ട്, ഈ ഒരു പോയിന്റിൽ നിന്നും സെൻറ്ററിലേക്ക് ഒരു വരണ്ട്. ഓക്കെ, നോക്കിക്കോ. എടാ ഇവർ രണ്ടാളും കൂടി അറ്റത്തേക്ക് പോകുമ്പോൾ നമ്മൾ പഠിച്ചതല്ലേ, ഒരു സർക്കിൾ നമ്മൾ എടുത്തിട്ട് ആ സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് പോകുമ്പോൾ നോക്കിക്കോ, അറ്റത്തേക്ക് പോകുമ്പോൾ 40 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ സെൻറ്ററിലേക്ക് പോകുമ്പോൾ എത്ര ഡിഗ്രിയാണ് ചോദിച്ചാൽ അതിന് ഡബിൾ അല്ലേ വരിക? എത്ര വരിക? 80 ഡിഗ്രിയാണ് ഇവിടെ വരിക. 80 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 80 ഡിഗ്രി വന്നു കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക? 80 ഡിഗ്രി വന്നാൽ നോക്ക്, എയിൽ നിന്നും സിയിൽ നിന്നും സർക്കിളിൻ്റെ അറ്റത്തേക്ക് പോയിരിക്കുന്നുണ്ടാ നിങ്ങൾ? ഈ ബ്ലൂവിൽ തന്നെ ഞാൻ വരച്ചേരാൻ ശ്രദ്ധിച്ചോ. എയിൽ നിന്നും ഒരറ്റത്തേക്ക് പോയി, അതേപോലെ സിയിൽ നിന്നും ഒരറ്റത്തേക്ക് പോയി. അപ്പോൾ നമുക്ക് വൈ ഡിഗ്രി അല്ലേ ഉണ്ടായിരിക്കണേ. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്നും സെൻറ്ററിലേക്ക് പോയി, സിയിൽ നിന്നും സെൻറ്ററിലേക്ക് പോയി. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? ആ വൈൻ്റെ ഡബിൾ ആയിരിക്കില്ലേ? അതായത് ഈ ആംഗിൾ എന്തായിരിക്കും? 2y ഡിഗ്രി ആയിരിക്കും. അതായത് ഞാൻ എഴുതുകയാണ് ആംഗിൾ AOC ഈക്വൽ ടു 2y ഡിഗ്രി എന്ന് എഴുതി. അതായത് വൈ ഡിഗ്രിൻ്റെ ഡബിൾ. അതേമാതിരി ഞാൻ ആലോചിക്കുകയാണ് ബിയിൽ നിന്നും ഇതേമാതിരി ആലോചിക്കണം. ശ്രദ്ധിച്ചോട്ടാ, ഇനി കളർ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്നാലും മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ ശ്രദ്ധിച്ചോളി. ഇതാ ബിയിൽ നിന്നും ഈ അറ്റത്തേക്ക് പോയപ്പോഴും ആ ഒരു പോയിന്റും ഡിയിൽ നിന്ന് ഈ അറ്റത്തേക്ക് പോയപ്പോൾ രണ്ടും കൂടി യോജിപ്പിച്ചപ്പോൾ ഇവിടെ ഉണ്ടായ ആംഗിൾ എക്സ് ഡിഗ്രി അല്ലേ? ഈ ട്രയാങ്കിളുടെ ഈ ആംഗിൾ എക്സ് ഡിഗ്രി എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി സെൻറ്ററിലേക്ക് പോയാൽ ഉണ്ടാകുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് അതിൻ്റെ ഡബിളായിട്ടുള്ള 2x ഡിഗ്രി ആയിരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? ആംഗിൾ BOD എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 2x ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് രണ്ടും കൂടി കൂട്ടിയാൽ 180 കിട്ടുന്നില്ല തെളിയിക്കേണ്ടി. അപ്പോൾ നമ്മൾ നോക്കിക്കോളി, ആംഗിൾ AOC
പ്ലസ് ആംഗിൾ ബി ഒ ഡി ഈക്വൽ ടു ഇവിടെ ആംഗിൾ എ ഒ സി പറഞ്ഞാൽ 2y ഡിഗ്രിയും ഈവൻ 2x ഡിഗ്രിയും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് എഴുതി 2x ഡിഗ്രി പ്ലസ് 2y ഡിഗ്രി. രണ്ടിലും 2 കോമൺ ആയിട്ടുള്ളതുകൊണ്ട് 2 പുറത്തേക്ക് എടുത്തു. ഓക്കെ, രണ്ടവിടെയും 2 ഉണ്ട് കോമൺ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് 2 കോമൺ ആയിട്ട് ഒരു പ്രാവശ്യം പുറത്തേക്ക് എടുത്തിട്ട് x പ്ലസ് വൈ എന്ന് എഴുതി. എടാ നമ്മൾ റെഡിൽ ഓൾറെഡി എഴുതി വെച്ചിരിക്കുന്നത് എക്സും വൈയും കൂടി കൂട്ടി എത്ര കിട്ടുന്നതാണ് 90 കിട്ടുമെന്ന് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സും വൈയും കൂടി കൂട്ടിയാൽ 90 അല്ലേ കിട്ടുക. അപ്പോൾ എക്സ് പ്ലസ് വൈക്ക് പകരം എന്ത് എഴുതി 90 എന്ന് എഴുതി. ദാറ്റ് മീൻസ് ഇവർ രണ്ടാളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഡിഗ്രി കിട്ടും 180 ഡിഗ്രി കിട്ടും. അതുകൊണ്ട് എന്താണ് ഈ എ പി സി പറയുന്ന ഇവിടെ നോക്ക്, ഈ ഒരു ആംഗിളും തമ്മിൽ കൂട്ടിയാ ഇതിങ്ങനെ 2 പീസുകൾ തമ്മിൽ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു ആംഗിളും കൂടി കൂട്ടിയാൽ 180 കിട്ടുമെങ്കിൽ അതിനർത്ഥം ഈ രണ്ടും കൂടി ചേർത്ത് വെച്ചിരിക്കുന്ന ഭാഗം എന്താകുന്നാണ് സെമി സർക്കിൾ ആകുന്നാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാ എ പി സി ആൻഡ് പിന്നെയോ ബി ക്യു ഡി ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചാൽ ബി ക്യു ഡി ആർ ടുഗദർ എ സെമി സർക്കിൾ എന്താവും ഒരു സെമി സർക്കിൾ ആവും. അതായത് മലയാളത്തിൽ എന്ത് പറയാ എ പി സിയും ബി ക്യു ഡിയും ചേർത്ത് വെച്ചാൽ ഒരു എന്തുണ്ടാവും ഒരു അർദ്ധഗോളം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാം. അർദ്ധഗോളം ഉണ്ടാവുമെന്ന് പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൂഫാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, ഈ വീഡിയോ പരീക്ഷയ്ക്ക് മുമ്പ് വീണ്ടും ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്ത് കണ്ട് ഒരു പ്രാവശ്യം നിങ്ങൾ കാണാണ്ട് എഴുതി പഠിച്ചിട്ടൊക്കെ ചെയ്യേണ്ട പ്രൂഫാണ് ഇത് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. നോക്കാം. അടുത്ത ചോദ്യം എന്താണ് നോക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഇത് കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ അടുത്ത ടോപ്പിക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. സെഗ്മെൻറ്റിൻ്റെ ഒക്കെ പോയിന്റ്. സെഗ്മെൻറ്റ് എന്താണെന്നൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അല്ലേ. ഇതൊരു സെഗ്മെൻറ്റാണ്. ഈ റെഡിൽ ഇതിവിടെ വരച്ചിരിക്കുന്നത് വേറൊരു സെഗ്മെൻറ്റാണ്. അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇവിടെ 100 ഡിഗ്രി ആകുന്ന സമയത്ത് ഇവിടെ 50 ഡിഗ്രി, ഇവിടെ 50 ഡിഗ്രി ആവുന്നതും അങ്ങനത്തെ എല്ലാ വിഷയങ്ങളും നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ 260 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ബാക്കി ഇവിടെ 130 ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ നമുക്ക് 260ൻ്റെ ബാക്കി 120 ആയിരിക്കും ഉണ്ടാവുക. തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്താണ് ഇന്നലത്തെ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ഒരു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യമാണ് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എന്ന് പറയുന്നത്. ഈ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ നിങ്ങളിത് എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, കൂടെ തന്നെ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തായാലും നമ്മളിതിൻ്റെ അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു ഇതെന്താണ് ഈ സംഭവം പറയുന്നത് സൈക്ലിക് ക്വാഡ്രിലേറ്ററലാണ്. സൈക്ലിക് ക്വാഡ്രിലേറ്ററിൻ്റെ പ്രത്യേകത എന്താണ്? സൈക്ലിക് ക്വാഡ്രിലേറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം സൈക്ലിക് ക്വാഡ്രിലേറ്ററിൽ ഈ ആംഗിളും അതേപോലെ തന്നെ ഈ ആംഗിളും രണ്ടും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 2 ആംഗിൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക? ഈ ഒരു ആംഗിളും രണ്ടും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഡിഗ്രി കിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്? 180 ഡിഗ്രി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആംഗിളും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റുള്ള ആംഗിൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഡിഗ്രി തന്നെ കിട്ടുക? 180 ഡിഗ്രി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊരു സർക്കിൾ എടുത്താലും അതെന്ത് ചെയ്യും? സർക്കിൾ എടുത്താലും അതിൽ 4 കോർണറുകളും കറക്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? സർക്കിളിൽ മുട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രത്യേകത ഹോൾഡ് ചെയ്യുന്നു. നമ്മൾ ഇന്നലെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ വിഷയം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട പ്രൂഫാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തത് കേട്ടോ. ഇത് നമുക്കൊരു 2 മാർക്കിനൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യമാണ് കേട്ടോ. 1 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇവിടെ ഓപ്പോസിറ്റ് കിട്ടിയ 180 കിട്ടുമോ? ഇല്ല അല്ലേ. ഇവിടെ ഓപ്പോസിറ്റ് നമുക്ക് ഇവിടെ നമുക്ക് രണ്ടവിടെയും ഇങ്ങനെ വരുന്നുണ്ട്, കറക്റ്റായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഓപ്പോസിറ്റ് വരുന്നുണ്ടോ? ഇല്ല. ഈ ആംഗിൾ സ്വാഭാവികമായും സർക്കിളിൻ്റെ പുറത്തുള്ള ആംഗിൾ എന്ന് പറയുന്നത്
സർക്കിളിന് പുറത്തുള്ള ആംഗിൾ എന്ന് പറയുന്നത് ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രിനെക്കാട്ടി കുറവുള്ളതായിരിക്കും. സർക്കിളിൻ്റെ പുറത്ത് പോയാൽ അവൻ എന്തായിരിക്കും? 90 ഡിഗ്രിനെക്കാട്ടി കുറവായിരിക്കും. സർക്കിളിൻ്റെ ഉള്ളിലാണെങ്കിൽ അവൻ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയാണ്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. സ്ഥിരം SSLCക്ക് മുമ്പ് ചോദിച്ചുകൊണ്ട് പഴയ സിലബസിൽ കൃത്യമായി എല്ലാ പരീക്ഷയ്ക്കും ചോദിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. പക്ഷേ ഇപ്പോഴത്തെ സിലബസിൽ ചോദിക്കുമോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. പക്ഷേ എങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, ദെൻ നമ്മൾക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. പ്രൂഫിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇത് ആംഗിളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവിടെ നോക്ക് നിങ്ങൾ, ഇവിടെ ഞാനിങ്ങനെ പേരുകൾ കൊടുത്തു എന്ന് വിചാരിക്കുക. ABCD എന്നൊക്കെ പേര് കൊടുത്ത് വിചാരിക്കുക. ഇവൻ A ആണ്, ഇവൻ B ആണ്, ഇവൻ C ആണ്, ഇവൻ D ആണ്, ഇങ്ങനെ പേര് കൊടുത്തിട്ടുണ്ട്. എടാ, Aയിൽ നിന്നും പിന്നെ ഈ 50 ഡിഗ്രീനെ കുറിച്ച് പറയാം. ഈ 50 ഡിഗ്രി ഉണ്ടായത് എങ്ങനെയാണ്? Bയിൽ നിന്നൊരു വര, അതേപോലെ Cയിൽ നിന്നൊരു വര, അപ്പോഴല്ലേ 50 ഡിഗ്രി ഉണ്ടായത്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അതേപോലെ തന്നെയല്ലേ Bയിൽ നിന്നും സർക്കിളിൻ്റെ അറ്റത്തേക്കൊരു വര, Cയിൽ നിന്നും സർക്കിളിൻ്റെ അറ്റത്തേക്കൊരു വര. എടാ, ഇതേ ആംഗിൾ തന്നെയല്ലേ ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും? 50 ഡിഗ്രി തന്നെ ആയിരിക്കും. ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സാധനമാണ്. അതേമാതിരി ഈ 30 ഡിഗ്രി ഉണ്ടായത് എങ്ങനെയാണ്? കളർ മാറ്റാം നമുക്ക്. ഈ 30 ഡിഗ്രി ഉണ്ടായത് എങ്ങനെയാടാ? 30 ഡിഗ്രി ഉണ്ടായത് ഈ ഒരു D എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഈ അറ്റത്തേക്ക് ഒരു വര, അതേപോലെ Aയിൽ നിന്നും ഇവിടേക്ക് ഒരു വര. അങ്ങനെയല്ലടാ ഈ ആംഗിൾ ഉണ്ടായത്. അപ്പോൾ ഇവൻ 30 ഡിഗ്രി ആണെങ്കിൽ അതേ 2 പോയിന്റിൽ നിന്നും തുടങ്ങിയിട്ട് സർക്കിളിൻ്റെ അറ്റത്തേക്ക് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവനും എത്ര ഡിഗ്രി തന്നെ ആയിരിക്കും? 30 ഡിഗ്രി തന്നെ ആയിരിക്കും. ഞാനുള്ളത് 45 അല്ലേ? ഈ 45 എങ്ങനെ ഉണ്ടായത് നോക്ക്. Cയിൽ നിന്നും ഇങ്ങോട്ടൊരു വര വരച്ചു, അതേമാതിരി തന്നെ Cയിൽ നിന്നും Bയിലേക്ക് ഒരു വര വരച്ചു, അതേപോലെ തന്നെ Dയിൽ നിന്നും ഇതിലേക്ക് ഒരു വര വരച്ചു. അപ്പോൾ ഇവിടെ എത്ര ഡിഗ്രി ഉണ്ടായി? 45 ഉണ്ടായി. അതേ രണ്ടാൾക്കാർ തമ്മിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരച്ചു, ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരച്ചു. അപ്പോൾ എത്ര ഡിഗ്രി തന്നെ ഉണ്ടായി? 45 ഡിഗ്രി തന്നെ ഉണ്ടായി. അപ്പോൾ ഏറെക്കുറെ ആംഗിൾ എല്ലാവരും കിട്ടി. ഇനി ആംഗിൾ എങ്ങനെ കിട്ടുക? നമുക്കറിയാം, ഈ 50ഉം 45ഉം കൂടി കൂട്ടിയ ഇവിടെ മൊത്തം 95. എത്രയായി? 95. ഈ 95ൻ്റെ കൂടെ ഇവിടുത്തെ മൊത്തം ആംഗിൾ കൂട്ടി നമ്മൾ പറഞ്ഞ സൈക്ലിക് ക്വാഡ്രിലേറ്ററലാണ്, ചക്രീയ ചതുർഭുജമാണ്. ഇതിൻ്റെ എതിർ കോണുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ് കിട്ടുക. സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈസ് 180 ഡിഗ്രി അല്ലേ? അപ്പോൾ ഈ 95ൻ്റെ കൂടെ ഈ 30 കൂടി കൂട്ടിയാൽ 125 ആയി. ആ 180യിൽ നിന്ന് 125 മൈനസ് ചെയ്താൽ ബാക്കി എത്ര ഉണ്ട്? 55. ആ 55 ആണ് ഇവിടെ വരിക. അതേ 55, ഈ 55 ഉണ്ടായത് എങ്ങനെയാണ് നോക്കുക? ഇങ്ങനെയല്ലേ? അതേ 55 ആണ് ഇവിടെയും എന്ത് ചെയ്യുക? വരിക. നിങ്ങൾ കണക്കാക്കി നോക്കിയാൽ കിട്ടും. അതേ 55 ആണ് വരിക. അപ്പോൾ നമുക്ക് അറ്റത്തുള്ള എല്ലാ ആംഗിളും കിട്ടി. ഇനി നമുക്ക് ഇവിടെ 50, ഇവിടെ 30, ബാക്കി ഇവിടെ എത്ര വരിക? 80ൻ്റെ ബാക്കി 100 വരില്ലേ? ഇവിടെ 100 ആണെങ്കിൽ ഇവിടെയും 100 അല്ലേ? പിന്നെ നമുക്കറിയാം, ഒരു ലൈനിൽ ഇവിടുത്തെ ബാക്കി ആംഗിൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ 80 ഡിഗ്രി ഇവിടെ ഉണ്ടാവും, ബാക്കി 80 ഡിഗ്രി ഇവിടെയും ഉണ്ടാവും. മനസ്സിലായ? അപ്പോൾ ഇതിൻ്റെ എല്ലാ ആംഗിളും നമ്മൾ കണക്കാക്കാൻ പറ്റി. ഇത് 4 മാർക്കിൻ്റെ എക്സാമിൽ എന്താണ്? ക്വസ്റ്റ്യനാണ്. ഞാനിപ്പോൾ പ്രൂഫിൻ്റെ ക്ലാസ്സാണ് എടുക്കുന്നതെങ്കിലും ഇത് പറഞ്ഞു തന്നത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യം, ഇതേ ചോദ്യം ഇതേപോലെ ചോദിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൂഫിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അതിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, ഏതായാലും ഞാൻ ഒരുപാട് സമയം, നിങ്ങൾക്കിപ്പോൾ ഈ വിജയശ്രീ പരീക്ഷ കൂടി നടക്കുന്നത് കൊണ്ട് ഒരു 30 മിനിറ്റിൽ ഞാൻ ക്ലാസ് അവസാനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ടൈം എടുക്കില്ല. നമുക്ക് എത്രയാണോ എടുക്കുന്നത് അത് വൃത്തിയായിട്ട് എടുക്കാമെന്ന് ഉദ്ദേശിക്കുക. നമുക്ക് 3-4 ദിവസം ക്ലാസ് എടുത്താലും എത്രയാണ് നമ്മൾ എടുക്കുന്നത് അത് വൃത്തിയായിട്ട് എടുക്കുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കാരണം നിങ്ങൾക്ക് സ്കൂളിലെ വർക്കുകൾ ഉണ്ടാവും, പല കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയിലായിരിക്കും നമ്മൾ ഈ ക്ലാസ്സും കൂടി നിങ്ങൾ കാണുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ സമയം ലാഗ് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുക. അടുത്ത ചോദ്യം ആരാണ് നോക്ക്. പ്രൂവ് ദാറ്റ് ഇൻ എ സൈക്ലിക് ക്വാഡ്രിലേറ്റർ. സൈക്ലിക് ക്വാഡ്രിലേറ്ററിൻ്റെ മലയാളം എന്താ നമ്മൾ പറഞ്ഞത്? ചക്രീയ ചതുർഭുജം. ചക്രീയ ചതുർഭുജം കേട്ടോ, ചക്രീയ ചതുർഭുജം. ദ ഔട്ടർ ആംഗിൾ അറ്റ് എനി വെർട്ടെക്സ് ഈസ് ഈക്വൽ ടു ഇന്നർ ആംഗിൾ ഓഫ് ഓപ്പോസിറ്റ് വെർട്ടെക്സ്. ഈ ചോദ്യത്തിൻ്റെ അർത്ഥം മക്കളെ ആദ്യം മനസ്സിലാവണം, എന്നാലേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഈ കാര്യം മനസ്സിലാക്കുക? പ്രൂവ് ദാറ്റ് ഇൻ എ
ഇന്നെ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ, ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എടുത്താൽ ആ സൈക്ലിക് ക്വാഡ്രിലേറ്ററലിനെ സംബന്ധിച്ചിടത്തോളം ഔട്ടർ ആംഗിൾസ് എടുത്താൽ, അതായത് നോക്കട്ടെ, ആദ്യം ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ഇങ്ങോട്ട് വരയ്ക്കുക, എന്നാൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കൊണ്ട് പറയാമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യണം, ഇതിലധികം പ്രൂഫിൽ ഒരുപാട് പറയാനൊന്നുമില്ല, സിമ്പിൾ പ്രൂഫാണിത്. ഓക്കെ, അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, എങ്കിലും സിമ്പിൾ പ്രൂഫാണ് കേട്ടോ. നോക്കാം, ഒരു സർക്കിൾ ഞാൻ എടുത്തു, എന്നിട്ട് ഈ സൈക്കിൾ ഇതിലൊരു ഇപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി ഇതൊരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എടുക്കുകയാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ ഒരു ക്വാഡ്രിലേറ്ററൽ എന്ത് ക്വാഡ്രിലേറ്ററലായി? സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ. എന്നിട്ട് മക്കളെ ഞാൻ ഇതിൻ്റെ ഈ ഒരു സംഭവം, ഈ ഒരു സൈഡ് ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം, നീട്ടി വരയ്ക്കണം. അതിനർത്ഥം ഇതിന് ഔട്ടർ ആംഗിൾ ആയി എന്നല്ലേ? ഇതിൻ്റെ ആരാ ഔട്ടർ ആംഗിൾ? ഇവിടെയാണ് ഔട്ടർ ആംഗിൾ അല്ലേ? എവിടെ ഔട്ടർ ആംഗിൾ? ഇവിടെയാണ് ഔട്ടർ ആംഗിൾ. ഇവരെന്താ ചോദിച്ചിരിക്കുന്നത്? പ്രൂവ് ദാറ്റ് ഇൻ എ സൈക്ലിക് ക്വാഡ്രിലേറ്റർ. ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്നതാണ് ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ, ഒരു ചക്രീയ ചതുർഭുജത്തിൽ ദ ഔട്ടർ ആംഗിൾ, പുറം കോൺ, ഇതാണ് നമ്മളിപ്പോൾ നീലയിൽ വരച്ചിരിക്കുന്നതാണ് പുറം കോൺ, അറ്റ് എനി വെർട്ടെക്സ്, ഏതെങ്കിലും ഒരു മൂലയിൽ ഏതെങ്കിലും ഒരു അറ്റത്ത് നമ്മൾ ഒരു ഔട്ടർ ആംഗിൾ വരച്ചാൽ ഈസ് ഈക്വൽ ടു ദ ഇന്നർ ആംഗിൾ അറ്റ് ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ്. എടാ, ഈ വെർട്ടെക്സിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് പറഞ്ഞാൽ ഇവനല്ലേ? ഈ വെർട്ടെക്സിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് പറഞ്ഞാൽ ഇങ്ങോട്ടല്ലേ വരിക? അപ്പോൾ ഈ ഓപ്പോസിറ്റ് വെർട്ടെക്സിലത്തെ ഇന്നർ ആംഗിളിലെ ഈ ആംഗിളിനോട് ഇവൻ ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണം പറഞ്ഞാൽ എടാ, ഇവിടെ എങ്ങാനും ഒരു 50 ഡിഗ്രി ആയിരുന്നു എന്ന് വിചാരിക്കുക, ഒരു 50 ഡിഗ്രി ആയിരുന്നു വിചാരിക്കുക. അപ്പോൾ ഇവൻ എത്രയാണ്? നമുക്കറിയാം, നമ്മൾ 7ാം ക്ലാസ് മുതൽ പഠിക്കണം, ഒരു ലൈന് വരച്ചിട്ട് അതിൽ വേറൊരു ലൈൻ ഇങ്ങനെ കട്ടായി പോയി. ഇവിടെ 50 ഡിഗ്രി ആണെങ്കിൽ ബാക്കി ഇവിടെ എത്ര ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എത്രയാണ്? 180ൽ നിന്ന് 50 മൈനസ് ചെയ്താൽ മതി, 130 ഡിഗ്രിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എത്രയാണ്? 130 ഡിഗ്രിയാണ് വരിക അല്ലേ? ഇനിയോ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഏതൊരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എടുത്താലും ഏതൊരു ചക്രീയ ചതുർഭുജത്തിൻ്റെയും എതിർ കോണുകൾ 180 ഡിഗ്രിയാണ്. നമ്മളിപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവൻ എത്രയാണ്? 180ൽ നിന്ന് ഈ 50 മൈനസ് ചെയ്ത 130 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവനും 130, ഇവനും 130 അല്ലേ? അതാണ് പറയുന്നത്, ഒരു ഔട്ടർ ആംഗിൾ എടുത്താൽ അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ ഇന്നർ ആംഗിളിനോട് അത് ഈക്വൽ ആയിരിക്കും. ഇത് നമ്മൾ പ്രൂവ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിൾ വാല്യൂസ് അല്ല എഴുതേണ്ടത്, അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? എക്സിൻ്റെ ടേംസ് വെച്ചിട്ട് പറയും. അപ്പോൾ അങ്ങനെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ പെട്ടെന്ന്? ഇനി നമുക്ക് ഇതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇന്നർ ആംഗിളിനെ എന്തായിട്ട് എടുക്കും? ഇന്നർ ആംഗിളിനെ എന്തായിട്ട് എടുക്കും? എക്സ് ഡിഗ്രി ആയിട്ട് എടുത്തു, അതായത് ഇവിടുത്തെ എക്സ് ഡിഗ്രി ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഔട്ടർ ആംഗിൾ എത്രയായിരിക്കും വരിക? ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 180ൽ നിന്ന് ആ വാല്യൂവിനെ കുറയ്ക്കണം. 180 മൈനസ് എക്സ് ഡിഗ്രിയാണ് വരിക. അപ്പോൾ ഇവിടെ എത്രയാണ് വരിക? 180 മൈനസ് എക്സ് ഡിഗ്രിയാണ് വരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നർ ആംഗിൾ ഓഫ് ഇത്ര എഴുതിയാൽ പറ്റത്തില്ല, ഒരുപാടൊന്നും എഴുതാനില്ല. ഇന്നർ ആംഗിൾ ഓഫ് ഓപ്പോസിറ്റ് വെർട്ടെക്സ് മലയാളം കൂടി പറഞ്ഞുതരാം കേട്ടോ. ഈക്വൽ ടു 180 മൈനസ് എക്സ് തന്നെ. എടാ, ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എത്രയാണ്? 180ൽ നിന്ന് ആ എക്സിനെ കുറയ്ക്കണം നമ്മൾ പറഞ്ഞതല്ലേ? 50ന് പകരം നമ്മൾ എക്സ് എടുക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവനും 180 മൈനസ് എക്സ് ആണ്, ഇവനും 180 മൈനസ് എക്സ് ആണ്. ദെർഫോർ ആയതുകൊണ്ട് നമ്മൾ എന്ത് പറയും? ദ ഔട്ടർ ആംഗിൾ ഈക്വൽ ടു ഇന്നർ ആംഗിൾ ഓഫ് ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്ന് എഴുതിയാൽ ഇതിൻ്റെ പ്രൂഫ് പിടുത്തം വിട്ടു. ഇത്രയേ ഉള്ളൂ, ഇതിൽ വേറെ ഒന്നും നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. ഇനി മലയാളത്തിൽ പറയണമെങ്കിൽ ഇന്നർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നർ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകക്കോണ് എന്നാണ് അർത്ഥം. മലയാളത്തിൽ പറഞ്ഞ എന്താണ്? ഇന്നർ ആംഗിൾ എന്ന് പറഞ്ഞാൽ അകക്കോണ് എന്നർത്ഥം. അപ്പോൾ അകക്കോണ് എക്സ് ആണ്. ആരാണ്? അകക്കോണ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവൻ ആരാണ്? പുറം കോണ്. ഇതേമാതിരി ഇതിന് പകരം എഴുതണം കേട്ടോ. പുറം കോണ് എന്ന് പറയുന്നത് 180 ഡിഗ്രി, 180 ഡിഗ്രിയാണ്. മൈനസ് എക്സ്, 180ൽ നിന്ന് എക്സ് കുറയ്ക്കണം. അങ്ങനെയാണെങ്കിൽ എതിർമൂലയിലെ ആരാണ്? ഇന്നർ ആംഗിൾ പറഞ്ഞതാണ് അകക്കോണ് എന്ന് പറയുന്നതും 180 മൈനസ് എക്സ്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇവർ രണ്ടാളും ഈക്വൽ ആണെന്ന് അവസാനം എഴുതിയാൽ ആ പ്രൂഫ് കഴിഞ്ഞു. അപ്പോൾ അതേമാതിരി നിങ്ങൾ ഈ 2 പ്രൂഫുകൾ നോക്കുമല്ലോ, അതേമാതിരി സിമ്പിളാണ്. ഇതേമാതിരി ഞാനിപ്പോൾ തൊട്ട് മുമ്പ് ഫസ്റ്റ് ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം പറഞ്ഞത് മാതിരിയുള്ള പ്രധാനപ്പെട്ട ഒരു പ്രൂഫും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. ഇപ്പോൾ ഏകദേശം എൻ്റെ വീഡിയോ 25 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേമാതിരി ഒരു പ്രധാനപ്പെട്ട പ്രൂഫും കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. ഓക്കെ, ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കണം. ഈ ഒരു സാധനവും പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു പ്രൂഫാണ്. എത്രാമത്തെ? പേജ് നമ്പർ 56-ലെ 6ാമത്തെ ചോദ്യത്തിൽ 1ാമത്തെ. ഈ 6ാമത്തെ ചോദ്യത്തിൽ 2ാമത്തെയും ഇതേപോലെ തന്നെ ഏറെക്കുറെ ചെയ്യേണ്ട ഒരാളാണ്. ഓക്കെ, ഇത് 6ാമത്തേൽ എന്താണ്? 1ാമത്തെ. നമുക്കൊന്ന് നോക്കാം. എടാ, ഈ ഒരു പിക്ചറിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് ക്ലിയർ ചെയ്യണ്ടേ, ഇപ്പുറത്ത് നമ്മൾ എഴുതിയ സാധനം ക്ലിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടുത്തെ പറഞ്ഞിരിക്കണേ, ഇവിടെ നമ്മുടെ പറഞ്ഞിരിക്കുന്ന ചിത്രം എങ്ങനെയാണ് നോക്ക്. ഇൻ ദ പിക്ചർ ബിലോ 2 സർക്കിൾസ് ഇന്റർസെക്ട് പി ആൻഡ് ക്യൂ. 2 സർക്കിളും പി എന്ന പോയിന്റിലും ക്യൂ എന്ന പോയിന്റിലും എന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടിമുട്ടുന്നുണ്ട്. ശരിയല്ലേ? പി എന്ന പോയിന്റിലും ക്യൂ എന്ന പോയിന്റിലും കൂട്ടിമുട്ടുന്നുണ്ട്. ലൈൻസ് ത്രൂ ദീസ് പോയിന്റ്സ് മീറ്റ് അറ്റ് എ ബി സി ഡി. ഇതിലൂടെയുള്ള വരകൾ സർക്കിൾ എവിടെയൊക്കെ മുട്ടുന്നുണ്ട്? എയിലും ബിയിലും സിയിലും ഡിയിലൊക്കെ മുട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ prove that if these lines are equal lengths, ഇവരെല്ലാവരും ഈക്വൽ, ഇവിടെ നിങ്ങോട്ടുള്ളതും ഇവിടെ നിങ്ങോട്ടൊക്കെ ഈക്വൽ ലെങ്ത് ആണെങ്കിൽ then ABCD is a cyclic quadrilateral. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ABCD എന്താണെന്ന് പ്രൂവ് ചെയ്യണം? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഇവിടെ നിന്ന് മുതൽ ഇതുവരെ ഒരു ലൈൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കും. ഓക്കെ, ഇവൻ എക്സ് ഡിഗ്രിയാണ് വിചാരിക്കുക. ഇവൻ എത്രയാണ്? എക്സ് ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇവൻ എത്രയായിരിക്കും? 180 മൈനസ് എക്സ് ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇവൻ എത്രയായിരിക്കും? എക്സ് ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇവൻ എത്രയായിരിക്കും? 180 മൈനസ് എക്സ് ഡിഗ്രി. എന്തൊക്കെയാണ് ഞാൻ പറയണില്ലേ? മനസ്സിലാവുന്നില്ല അല്ലേ? എക്സാമ്പിൾ പറയാപ്പോൾ മനസ്സിലാവും. ഇവൻ ഒരു 60 ഡിഗ്രിയാണ് വിചാരിക്കും. അപ്പോൾ ഇവൻ എത്രയാണ്? ഇവിടെ 60ൻ്റെ കൂടെ എത്ര കൂട്ടിയാലും 180 കിട്ടുന്നത് ആലോചിക്കി. 180 60 മൈനസ് ചെയ്യും, അപ്പോൾ ഇവിടെ 120. എടാ, ഈ 120ൻ്റെ കൂടെ എന്തോ കൂട്ടിയാൽ 180 കിട്ടും അത്രേ. അപ്പോൾ ഇവിടെ എത്ര വരിക? ഇവിടെ 60 അല്ലേ? അതായത് ഇവിടെ നമ്മൾ എക്സ് ആണെങ്കിൽ ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ 60 തന്നെയല്ലേ വന്നത്, അതുകൊണ്ട് അവിടെ എക്സ് എഴുതുന്നത്. ഇനി ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 120 ആയിരിക്കില്ലേ? അപ്പോൾ ഈ 120ൻ്റെ 180 മൈനസ് എക്സ് തന്നെയല്ലേ ഇവിടെയും വരിക. അങ്ങനെ ആലോചിക്കുക. എക്സാമ്പിൾ വെച്ച് ആലോചിച്ചിട്ട് ആ എക്സാമ്പിളിന് പകരം എക്സ് വെച്ചിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങൾ പ്രൂഫ് എഴുതിയാൽ ശരിയാകും. അല്ലാണ്ട് എക്സാമ്പിൾ മാത്രം എഴുതി വെച്ചിട്ട് അത് പ്രൂഫ് ഞാൻ ചെയ്തു എന്ന് എഴുതിയാൽ അതെന്ത് ചെയ്യില്ല? ശരിയാവുകയില്ല. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എന്താ എഴുതിയത് ഒന്നുകൂടി പറയണ. എങ്ങനെയാണ്? ഈ എവിടെയൊക്കെ എക്സും 180 മൈനസ് എക്സ് ഒക്കെ വന്ന് ഇവിടെ എക്സ് ആകുമ്പോൾ ഇവിടെ 180 മൈനസ് എക്സ് ആയി. ഇവിടെ 180 മൈനസ് എക്സ് ആണെങ്കിൽ ബാക്കി സ്ഥലത്ത് എന്തുണ്ടാവും? ഈ എക്സ് തന്നെ ഉണ്ട്. ഇപ്പം നമ്മൾ പഠിച്ചല്ലേ ഉള്ളൂ ഒരു പ്രൂഫിൽ. ഔട്ടർ ആംഗിൾ ആണ് ഇയാൾ. ഈ ഔട്ടർ ആംഗിൾ എന്താണ്? ഇവിടെ എന്താ 180 മൈനസ് എക്സ് ആണ്? നോക്ക്, ഇത് മാത്രം ഒരു സർക്കിളാണ് വലുത്. ഈ ചെറുത് മാത്രം വേറൊരു സർക്കിളാണ്. അതിൻ്റെ സൈക്ലിക് ക്വാഡ്രിലേറ്ററലാണ് ഈ ചെറുത്. വലുതിൻ്റെ സൈക്ലിക് ക്വാഡ്രിലേറ്ററാണ് ഈ ABPQ പറയുന്ന ഈ ഒരു സാധനം. ചെറുതിൻ്റെയാണ് ഈ PCDQ പറയണ ഈ ചെറിയ സംഭവം. അപ്പോൾ ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എത്ര വരും? ഇവിടെ 180 മൈനസ് എക്സ് വരും. ശരിയല്ലേ? ഇനി നോക്കിക്കോ, ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെയും എത്ര തന്നെയാണ്? എക്സ് തന്നെയാണ്. കാരണം ഈ 2 സൈഡും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഈ ആംഗിൾ തന്നെയായിരിക്കും ഇവിടെ വരുന്ന ആംഗിൾ, എക്സ് ഡിഗ്രി. മനസ്സിലായ? ഇവിടെ എക്സ് ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സ്ഥലത്ത് എത്ര തന്നെയാണ് വരിക? എക്സ് ഡിഗ്രി തന്നെയാണ് വരിക. ഇതിൻ്റെ സ്റ്റെപ്പ് നിങ്ങൾ എഴുതിയാൽ മതി. ഓരോരോ സ്റ്റെപ്പായിട്ട് എഴുതിയാൽ മതി. ഞാൻ വേണമെങ്കിൽ എഴുതിത്തരാം, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എഴുതിത്തരുമൊക്കെ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ 180 മൈനസ് ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ 180 മൈനസ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആൾ എത്രയാണ്? 180 മൈനസ് എക്സ് ആണ്.
അപ്പോൾ ഞാൻ നോക്കിക്കോ, അറ്റ് ലാസ്റ്റ് നമ്മൾ അവസാനം നോക്കുകയാണെങ്കിൽ എടാ നമുക്കറിയാം ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആവണമെങ്കിൽ ആ ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം എന്നല്ലേ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളെ നമ്മൾ എടുക്കണം. ഒരാൾ എയും പിന്നെ ഒരാൾ ഡിയും, ഇതല്ലേ ഓപ്പോസിറ്റ് നിൽക്കണം. ഒരാൾ പിന്നെ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ എടുക്കണമെങ്കിൽ ബിയും സിയും, ഏതെങ്കിലും ഒരു ഓപ്പോസിറ്റ് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ആംഗിൾ എയും പ്ലസ് ആംഗിൾ ഡിയും എടുക്കണം. ഇത് രണ്ടും കൂടി കൂട്ടിയ 180 കിട്ടണം എനിക്ക്. ആംഗിൾ എ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് എത്രയാണ്, എക്സ് ഡിഗ്രി എന്നതാണ്. പ്ലസ് ആംഗിൾ ഡി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 180 മൈനസ് എക്സ് ഡിഗ്രിയാണ്. എടാ ഈ പ്ലസ് എക്സ് ഡിഗ്രിയും മൈനസ് എക്സ് ഡിഗ്രിയും ക്യാൻസലായി പോയാൽ ബാക്കി ഇവിടെ എന്താ ഉള്ളത്, 180 ഡിഗ്രി. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിളുകൾ തമ്മിൽ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടി. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ആംഗിളുകൾ തമ്മിൽ കൂട്ടിയ 180 കിട്ടുമെങ്കിൽ ഈ വലിയ ക്വാഡ്രിലാറ്ററൽ ആരാണ്, എ ബി ഡി സി, ഈ ഒരു വലിയ ക്വാഡ്രിലാറ്ററലും എന്ത് തന്നെ ആയിരിക്കും, ഒരു സൈക്ലിക്. നമുക്കറിയാം ഈ ചെറിയ രണ്ട് ക്വാഡ്രിലാറ്ററലും ചതുർഭുജങ്ങളും എന്തുതന്നെയാണ്, ചക്രീയ ചതുർഭുജം തന്നെയാണ്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ വലിയ ക്വാഡ്രിലാറ്ററൽ ഇതേമാതിരി എന്തായിരിക്കണം, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിരിക്കണം എന്നാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ സ്റ്റെപ്പ് എഴുതുന്നതിൽ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുക. ഗ്രൂപ്പിൽ തന്നെ ഞാൻ ഓപ്പൺ ആക്കും. അനാവശ്യമായ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഗ്രൂപ്പിൽ എന്ത് ചെയ്യണത്, നമ്മുടെ ഗ്രൂപ്പിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യണം. അതിലൂടെ നിങ്ങൾക്ക് എക്സാം പ്രഡിക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അത് ഞാൻ വെറുതെ ഒരു ഫാൻറ്റസിക്ക് പറയുകയല്ല, നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് പറഞ്ഞു തരും. ആ കാര്യം എന്ത് ചെയ്യും, നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരികയും നമ്മുടെ ഗ്രൂപ്പിലൂടെ, ചാനലിലൂടെ പുറമെ നമ്മുടെ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് കുറേ ഗൈഡൻസ് കിട്ടുകയും ചെയ്യാം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമൊക്കെ ഏകദേശം ഒരു 500-600ഓളം കുട്ടികൾ മൊത്തത്തിൽ 2 വർഷങ്ങളിലായിട്ട് ഏകദേശം 1000-ലേറെ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഈ മാത്സ് JK എന്ന പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നമ്മുടെ പഴയ വീഡിയോകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷത്തെ റിവിഷൻ വീഡിയോസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ കാണാൻ പറ്റും നമ്മുടെ ചാനലിൽ. ഓക്കെ, അപ്പോൾ ഏറെക്കുറെ കാര്യം മനസ്സിലായല്ലോ. അടുത്ത പ്രൂഫ്, ഇതിൻ്റെ രണ്ടാമത്തെ പ്രൂഫും ഏറെക്കുറെ ഇതേപോലെ തന്നെയാണ്. പക്ഷെ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ടാവില്ല, ഈക്വൽ സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. എന്നാ നോക്കിക്കോളി, ഇതാ ഇവിടെ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതിനെ ഇങ്ങനെ ലൈന് യോജിപ്പിച്ചു, ഇവനെ ഇങ്ങനെ നമ്മൾ ലൈന് യോജിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും, ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും, 180 മൈനസ് എക്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും, എക്സ് ആയിരിക്കും. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ നമ്മൾ എടുത്തത്. എന്നിട്ട് ഇതിൻ്റെ അടുത്തുള്ള ഔട്ടർ ആംഗിൾ കണ്ടുപിടിച്ചു. എന്നിട്ട് ഇവൻ്റെ ഓപ്പോസിറ്റുള്ള ആളിലേക്ക് പോവുകയാണ് ഞാൻ. അപ്പോൾ ഇവൻ എത്രയായിരിക്കും, 180 മൈനസ് എക്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നിയറസ്റ്റ് ഈ ആംഗിൾ എത്രയായിരിക്കും വരിക, എക്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് എത്രയായിരിക്കും, 180 മൈനസ് എക്സ് ആയിരിക്കും. എന്നിട്ട് ഞാൻ ഇപ്പോൾ എടുത്ത മാതിരി ഓരോ ഓപ്പോസിറ്റ് ആളിനെ എയും ഏറ്റവും എൻഡിലുള്ള ഡീനെ എടുക്കുകയാണ്. അങ്ങനെ എടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ ഞാൻ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി എന്ന് എഴുതുകയാണ്. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എക്സ് ഡിഗ്രി പ്ലസ് ആംഗിൾ ഡി പറഞ്ഞാൽ 180 മൈനസ് എക്സ് ഡിഗ്രി എന്ന് ഇപ്പം നമ്മൾ ചെയ്ത് അതേപോലെ തന്നെ വന്നു. അപ്പോൾ എക്സും എന്തായി പോയി, ക്യാൻസലായി പോയി കഴിഞ്ഞാൽ 180 ആയി. ചിത്രം വലുതാണെങ്കിലും നമുക്ക് ചെയ്യാൻ എന്തില്ല, കൂടുതലൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു പ്രൂഫ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു 2 പ്രൂഫും കൂടി നാളത്തെയും കൂടി ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൂഫിൻ്റെ ഭാഗം കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ മാത്സ് വിത്ത് JKയിൽ നമുക്കറിയാം ഇപ്പോൾ സ്കൂളിലെ പരീക്ഷാ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് റിവിഷൻ പ്ലാനുകൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും വിബ്ജിയോറിനോടൊപ്പം ഉണ്ടാവുക. അതോടൊപ്പം നന്നായിട്ട് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, നന്നായി പഠിക്കുക, ആത്മാർത്ഥമായി പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.